ഉള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ കണ്ടല്ലോ, സൂപ്പറാണ് വെള്ളച്ചാട്ടം. ട്രിവാൻഡ്രത്തുള്ള ആളുകൾ എന്തായാലും മസ്റ്റായിട്ട് വന്നൊരു സ്പോട്ടാട്ടോ. നല്ല വഴുക്കലാണ്. ഞാനിവിടെ ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഒന്ന് മലന്നടിച്ച് വീണായിരുന്നു. ഒരു സംഭവം കൊള്ളാം, അടിപൊളി, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ, സൂപ്പർ. ഹേയ് വാട്ട്സപ്പ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വാഴവന്തോൾ വാട്ടർഫോൾസുമാണ് പോകാൻ പ്ലാൻ. നമ്മുടെ വണ്ടി കുളിച്ച് കുട്ടപ്പനായി ചെയിൻ ലൂബൊക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ ടാങ്ക് പെട്രോൾ ഞാൻ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ സെറ്റാക്കി നമുക്ക് പോയേക്കാം. ഈ ടൗണിൽ നിന്ന് സിഗ്നലിൽ നിന്ന് പൊന്മുടി റൂട്ട് എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ. വിതുര റൂട്ട്, പൊന്മുടിയല്ല, വിതുര റൂട്ട്. വിതുര റൂട്ടിൽ നിന്നാണ് പോണക്കാടേക്ക് പോകേണ്ടത്. വിതുരയിൽ നിന്നാണ് അങ്ങോട്ട് പോകേണ്ടതെന്നാണ് ഞാൻ മാപ്പിൽ നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോൾ നെടുമങ്ങാട് നിന്ന് പോകുന്നു. നെടുമങ്ങാട് നിന്ന് ഇപ്പോൾ വിതുര എത്താറായെന്ന് തോന്നുന്നു. അപ്പോൾ വിതുരയിൽ നിന്ന് പിന്നെ വാഴവാന്തോൾ വെള്ളച്ചാട്ടത്തിലേക്കും ബോണക്കാടേക്കും പോകാമെന്നാണ് എൻ്റെ പ്ലാൻ. ബോണക്കാട് പ്ലാൻ നടക്കുവാന്നറിയില്ല. ഞാൻ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ പോവുള്ളൂ. കാരണം അവർ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇനി അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ വാഴവാന്തോൾ വെള്ളച്ചാട്ടത്തിൽ പോകാം എന്നാണ് വിചാരിക്കുന്നത്. അതും ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ളൂ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ വാഴവാന്തോൾ വെള്ളച്ചാട്ടം. ഇപ്പോൾ നമ്മളുള്ള റൂട്ട് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം പൊന്മുടി റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. ഈ പെട്രോൾ പമ്പ് മിക്കവർക്കും മനസ്സിലാവും. അങ്ങ് ദൂരെ പൊന്മുടി ഉണ്ട്. പൊന്മുടി പോയ കിടിലമായിരിക്കും. ഈ റോഡ് നൈസാണ്, നല്ല വളവും തിരിവും. ഈ വണ്ടിയിലൊക്കെ പോകാൻ നല്ല രസമാണ്. പൊന്മുടി വിതുര ടൗൺ ആകാറായിട്ടോ. നമ്മൾ വിതുര ടൗൺ ക്രോസ് ചെയ്തിട്ട് ഐസറിൻ്റെ അടുത്തെത്തും. ഐസറിൻ്റെ അവിടെ നിന്ന് റൈറ്റ് ആണെന്നാണ്. ഐസറിൻ്റെ ജംഗ്ഷനായി. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ, പോയി നോക്കാം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വൈൻഡിങ് റോഡ്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇത് കുറേ പേര് വീഡിയോ എടുത്തിട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബോണക്കാടൊക്കെ തിരിയുന്ന ഈ വഴിയിൽ ഈ പച്ചപ്പ് കുറേയുള്ള ഈ റൂട്ടിലെങ്ങും അധികം ആൾക്കാരൊന്നും ഇല്ലേ. വളരെ വിജനമായി കിടക്കുന്ന റൂട്ടാണ്. ഞാൻ വരുന്ന ടൈമും അതാണ്. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ 10:30 ഈ 10:30 മണിക്കൊന്നും ആരുമില്ല. മരുതാമല റൂട്ടൊക്കെ ഭയങ്കര വിജനമാണ് കേട്ടോ. പക്ഷെ എന്താണ്, ഇങ്ങനെ പൊളി പൊളിച്ച് പോവാം. സൂക്ഷിക്കണം, മണ്ണൊക്കെ കിടപ്പുണ്ട്. കിടിലം വ്യൂ കേട്ടോ, അടിപൊളി. ഐസറാണെന്ന് തോന്നുന്നു. അതെ, ഐസറാണ്. പൊതുവേ ഈ റൂട്ടിൽ വലിയ തിരക്കൊന്നുമില്ല. കാര്യമായ ട്രാഫിക്കോ അങ്ങനെയൊന്നുമില്ല. വളരെ പീസ്ഫുള്ളായിട്ടുള്ള കാമായിട്ടുള്ള റോഡാണ്. ഇങ്ങനെ ചുമ്മാ ഒരു സൺഡേ റൈഡോ അതൊക്കെ വരാൻ പറ്റിയൊരു റൂട്ട് തന്നെയാണ്. ഇത് ജേഴ്സി ഫാമാണ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള. അത് ഈ റൂട്ടിൽ തന്നെ വരിക. നല്ല രസമുണ്ട്, കാടിൻ്റെ ഭംഗി. ഒറ്റയ്ക്കാണ് പോകുന്നത്, അതിൻ്റെ ഒരു ഇതുണ്ട്. ഇനി ഈ റൂട്ടിൽ വല്ല വന്യജീവികൾ വല്ലതും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റാണ്. ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെയൊക്കെ ഉണ്ട്. വഴി കുറേയൊക്കെ പൊളിഞ്ഞ് കിടക്കുവാണ്. ഈ മഴ പെയ്യുമ്പോൾ ഇതൊക്കെ ഒലിച്ചു പോകുമെന്ന് തോന്നുന്നു. വലിയ പ്രശ്നമില്ല. വാഴവാന്തോൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടാ.
ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിൽ എത്തി കേട്ടോ. ഇനി ഉള്ള കാഴ്ചകളൊക്കെ പോകുന്ന വഴി കാണിച്ചു തരാം. വാഴവന്തോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ നമ്മളെ പേര് ഒക്കെ എൻട്രി ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ. പോകുന്ന വഴി നൈസാണ്. ഇത് കണ്ടോ, നല്ല വെള്ളച്ചാട്ടം അതിൻ്റെ സൈഡിൽ. ഗൈഡ് നമ്മുടെ കൂടെ വരും കേട്ടോ. ഗൈഡ് സാറിൻ്റെ പേരെന്താണ്? വിഷ്ണു എന്നാണ്. ഗൈഡ് നമ്മുടെ മുമ്പിലുണ്ടാവും. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അരുവിയിലാണ് കേട്ടോ. സൂപ്പറാണ് ഇവിടെ. എന്ത് ക്ലിയർ വെള്ളമാണെന്ന് നോക്കിക്കേ. ഓ, ഇതാണ് തോടയാർ. ഈ തോടയാർ എന്ന് പറയുന്നത് ബോണക്കാട് മലയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടമാണ് ഇവിടെ ഈ തോടയാറായിട്ട് ഒഴുകി പോകുന്നത്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടും ട്രിപ്പ് അടിക്കാനുള്ള മൂഡിലും. വളരെ നൈസാണിത്. നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന അരുവിയുടെ ഒഴുക്കും ശബ്ദമൊക്കെ കേട്ടില്ലേ. ഇത് തോടയാറാണ് കേട്ടോ. തോടയാർ ബോണക്കാട് നിന്ന് ഒഴുകി വരുന്നതാണ്. നമ്മുടെ ഫ്രണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ തോടയാർ. ഇതൊക്കെ നമ്മുടെ പുഴയുടെ കൈവഴി കേട്ടോ. ഇടക്കിടക്ക് കാണുന്ന സീനറീസൊക്കെ ഭയങ്കര നല്ലതാണ്. അടിപൊളി. ഇതല്ലേ വിഷ്ണു കരടി തേനെടുത്ത ഭാഗം? അത് തന്നെ. ഒന്ന് പറയാവോ? പറ വിഷ്ണു, കുഴപ്പമില്ല. അവിടെ ഒരു തേൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കരടി അവിടെ വന്ന തേനെടുത്ത് നമ്മുടെ ഗൈഡ് വിഷ്ണു പറഞ്ഞത്. നല്ല ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. 2-2.5 കിലോമീറ്ററോളം ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ നല്ല കയറ്റമാണ്. ഇത് യൂക്കാലി തോട്ടമാണ്. തോട്ടമാണോ ഇത്? ഇതാ യൂക്കാലി തോട്ടമാണോ? യൂക്കാലി പിന്നെ തോട്ടം എന്ന് വെച്ചാൽ ഇത് ഫോറസ്റ്റുകാർ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഓക്കെ. എന്നിട്ട് ഈ മരം മുറുകി ലേലത്തിന് കൊടുക്കും അല്ലേ? ചെയ്തിട്ട് ലേലത്തിന് കൊടുക്കും. ഓക്കെ. ഈ മരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ പുനലൂർ പോകും. പുനലൂർ പേപ്പർ മില്ലിൽ പോകും. പേപ്പർ മില്ലിൽ പോയിട്ട് പേപ്പറിനായിട്ട് യൂസ് ചെയ്യും. ഇത് ഉൾക്കാടാണ് കേട്ടോ. കാടിൻ്റെ ഭംഗി കണ്ടോ, കാടിൻ്റെ ശബ്ദം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ശർമ്മച്ചേട്ടനും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടേക്ക് ഇറങ്ങുന്നത്. അടിപൊളിയാണ്, വേറെ ലെവൽ. സർ സൂപ്പർ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നൊരു വഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇതൊക്കെ ഒന്ന് കാണാനും അത് ഒന്ന് ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ, എന്ത് ദൈവമേ, എന്ത് കിടിലാന്ന് നോക്കിയേ. അങ്ങ് ദൂരെ നോക്കിക്കേ, വെള്ളം ഒലിച്ച് കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നത്, നല്ല കിളികളുടെ ശബ്ദം, അങ്ങനെ എല്ലാം ഉണ്ട്. അടിപൊളിയാണ് ഈ സംഭവം. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു ഇതാണ്. ഇത് വാഴവന്തോൾ ശരിക്കും പ്രോപ്പർ വെള്ളച്ചാട്ടമല്ല, നദിയാണ്. നദിയുടെ ഒരു പോർഷനാണ്. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ കാടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. നമ്മുടെ ശർമ്മച്ചേട്ടൻ മുമ്പേ ഉണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കയറിയിട്ട് അവിടെ ചെന്നിട്ട് കാണിക്കുക അവിടുത്തെ കാഴ്ചകൾ. ഗൈസ്, കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. കുറച്ച് പാടാണ്. കാണാം, അടിപൊളിയാണ്. അപ്പോൾ സൂക്ഷ്യം കണ്ടത് കയറണം. ഈ കല്ലുകളും കുറച്ച് കഠിനമാണ് കേട്ടോ വാഴവന്തോൾ. അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. കുറച്ച് ഫിസിക്കലി ഫിറ്റായ ആൾക്കാർക്ക് ഇവിടെ വരാൻ പറ്റൂ. മാത്രമല്ല ഇത് കുറച്ച് ഡേഞ്ചറസും കൂടെയാണ്. ഇപ്പോൾ നിങ്ങൾ കയറി പോകുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ക്ലൈമ്പിൻ്റെ സ്റ്റീപ്നെസ് കണ്ടോ, അത്രയും സ്റ്റീപ്പാണ് ക്ലൈമ്പ്. അപ്പോൾ നമ്മുടെ ഗൈഡ് വിഷ്ണു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ. നല്ല സ്റ്റീപ്പ് ക്ലൈമ്പാണ്. കയറി പോവുകയാണ്. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ടും ട്രിവാൻഡ്രം ജില്ല, കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർ മസ്റ്റായിട്ടും വന്ന് കാണേണ്ട ഒരു സ്പോട്ടാണ് ഇത്. നെവർ മിസ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. കാടിൻ്റെ ഉള്ളിൽ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്.
നമ്മുടെ ഗൈഡും മുമ്പേ പോകുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. എളുപ്പമല്ല, നല്ല വഴുക്കലുള്ള വഴിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വരണം. ഞാൻ ക്രോക്സ് ഇട്ടുകൊണ്ടാണ് വന്നത്. ക്രോക്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓ സൂപ്പറാട്ടോ, നല്ല കാലാവസ്ഥ, നല്ല ഈർപ്പമുള്ള അന്തരീക്ഷം, സൂപ്പർ ട്രെക്കിംഗ്. ഗൈഡ് കൂടെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കാടാട്ടോ. ഇത് ഈട്ടിത്തടി ഉണ്ടോ? ഈട്ടിത്തടി. എല്ലാവിധ വന്യജീവികളും ഇവിടെ ഉണ്ട്. രാജവെമ്പാല, എല്ലാവിധ പാമ്പുകൾ, കരടി, പുള്ളിപ്പുലി, അങ്ങനെ ആന, മ്ലാവ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സാമ്പാർ ഡിയർ. ഞാൻ വാൽപ്പാറയിൽ പോയപ്പോൾ സാമ്പാർ ഡിയറിനെ കണ്ടിട്ടുണ്ട്. ആ ഇവിടെ സാമ്പാർ ഡിയർ ഉണ്ട്, വലിയ ബിഗ് ആണ്. പിന്നെ ഇവിടെ കല്ലാനയുണ്ട്. പക്ഷെ കണ്ടാ പറയില്ല. 30 പ്രായമുള്ള നമ്മുടെ സാധാരണ ആന എന്ത് ചെയ്യും? ഹ്യൂജ് ആയിരിക്കും. ഇത് 30 വയസ്സാണ്, പക്ഷേ ചെറുതായിരിക്കും, കാലുകളെല്ലാം വലുത്. ഓക്കെ. ഇതിനാണ് കല്ലാന എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മുടെ ഒരു കുള്ളനെ പോലെ അല്ലേ? അതെ. അത് അഗസ്ത്യാർകൂടത്തിന്റെ സ്വന്തമാണ്. ആരോ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് വഴി എന്നുള്ളത്. ഓ കിടിലൻ ട്രെക്കിംഗ് ആയിരുന്നു കേട്ടോ, അടിപൊളി ട്രെക്കിങ്. ഓ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടോ. അപ്പോൾ വാഴവന്തോള് ആയിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല ഇവിടെ, അടിപൊളിയാണ്. ഓ വെള്ളം എന്നൊക്കെ പറഞ്ഞാണല്ലോ. ഓ ഇപ്പം തന്നെ മുങ്ങി കുളിക്കാൻ തോന്നും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പർ. സംഭവം കുറച്ച് ഡാർക്കാണ് കേട്ടോ. കേവൊക്കെ കണ്ടോ, ഇതെന്തുമാത്രം ക്ലിയർ ആണെന്നൊന്നും അറിയില്ല. ഈ കേവിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. മുതിയാൻ കെട്ടപ്പോൾ നമ്മുടെ വിഷ്ണു കൂടെ ഉണ്ടേ. അയ്യോ ഇതൊക്കെ പണ്ടത്തെ ഗുഹ പോലത്തെ സെറ്റപ്പാ അല്ലേ? ഗുഹ പോലെയൊക്കെ വേണം യൂസ് ചെയ്യാമായിരുന്നു. പണ്ട് ആരെങ്കിലുമൊക്കെ ഗുഹയായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓ രക്ഷയില്ല. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളൊരു മസ്റ്റായിട്ടും വന്നിരിക്കേണ്ട സ്പോട്ടാട്ടോ. ഇത്രയും ബ്യൂട്ടിഫുള്ളും സെറീനുമായിട്ടുള്ള സ്പോട്ട് വേറെ ഇല്ല. അടിപൊളി. ഇതിലും ട്രെക്കിംഗ് ഉണ്ട്. ആ ട്രെക്കിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓ പോകുന്ന വഴിക്കുള്ള മരങ്ങളൊക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ നമുക്ക് ആ മരങ്ങളും കൂടെ അറിയാൻ പറ്റും. നമ്മുടെ ഗൈഡും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നായിരുന്നു. വളരെ സപ്പോർട്ടീവാണ്. ഇങ്ങനത്തെ പ്ലേസസിലേക്ക് വരുമ്പോൾ കുറച്ച് റെസ്പോൺസിബിൾ ആയിരിക്കണം കേട്ടോ. ഇത് കണ്ടോ, സ്മോക്കിംഗ് എന്തായാലും അവോയ്ഡ് ചെയ്യുക. കാട്ടുതീ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാട്ടുതീ നമ്മുടെ വനത്തിനെ തന്നെ അപ്പാടെ നശിപ്പിക്കാൻ കെൽപ്പുള്ള സാധനമാണ്. അപ്പോൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. ഓ പോകുന്ന വഴിക്ക് ചെറിയ അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. അത്ര കിടിലൻ ട്രെക്കിംഗ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, വല്ല അട്ടയൊക്കെ ഉണ്ടാവും. സൂപ്പർബ്. ഈ വെള്ളം അങ്ങനെ കൈകൊണ്ട് കോരി കുടിക്കുക, അത്ര ശുദ്ധമാണ്, അത്രയും സൂപ്പർ വെള്ളമാണ്. ദേ അത് കണ്ടോ, കൈകൊണ്ട് കോരി കുടിക്കാം നമുക്ക് ആ വെള്ളം, അത്രയും പ്യൂറാണ്. ദയവേദി ഇവിടെ നിന്ന് ഇതുപോലെ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവന്നിട്ട് അഴുക്കാക്കല്ലോ കേട്ടോ ആരും. ഇത് പോകുന്ന വഴിക്കുള്ള ഗുഹ കേട്ടോ. ഈ ഗുഹയിൽ പണ്ടത്തെ ആദിമ മനുഷ്യരാണെന്ന് തോന്നുന്നു, ഒരു ആണിൻ്റെ പെണ്ണിൻ്റെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ. ഇത് കരിയും അങ്ങനത്തെ മരക്കറയൊക്കെ കൊണ്ട് വരച്ചാന്ന് തോന്നുന്നു. ഇവിടെ പണ്ടാരോ തീയൊക്കെ ഇട്ടതിൻ്റെ കുറച്ച് ഇതും കാണാം. എനിവേ നൈസ്. ട്രെക്കിങ് അത്യാവശ്യം കഠിനമാണ്. കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ട്രെക്കിങ്ങൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയ്ക്ക് മാരക ട്രെക്കിങ്ങൊന്നുമല്ല, എന്നാലും ഈ ടെറൈനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ പോകുന്ന വഴികൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തുമാത്രം കഠിനമായതാണെന്ന്. എന്നാലും അത്യാവശ്യം ടഫാണ് കേട്ടോ. എല്ലായിടത്തും വാർണിംഗ് സൈൻസ് ഉണ്ട്. അപകടമുള്ള പാറയാണ്, നമ്മൾ സൂക്ഷിച്ചേ പോകാവൂ. സ്വാഭാവികമായിട്ടും നല്ല വഴുക്കലും ഉള്ള പാറയാണ്, വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.
ഗൈഡ് ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെ നമ്മൾ സേഫാണ്. സൂക്ഷിക്കുക. ഒരുപാട് പേരുണ്ട് കേട്ടോ കുളിക്കാൻ. സംഭവം മൊത്തത്തിൽ അടിപൊളിയാണ്. അങ്ങ് ദൂരെ കാണാം. ലെറ്റ്സ് ഗോ. വഴുക്കലാണ്. ഞാനിവിടെ ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഒന്ന് മലന്നടിച്ച് വീണായിരുന്നു. ഒരു സംഭവം കൊള്ളാം, അടിപൊളി, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ, സൂപ്പർ. ഈ മനോഹാരിത മാത്രമല്ല, ഇത് ഭയങ്കര ഡേഞ്ചറസും കൂടെയാണ്. ഞാനിപ്പോൾ ഒരു തവണ വഴിക്ക് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് വഴുക്കലാണ് ഈ പ്രദേശം മൊത്തം. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം വരാൻ കേട്ടോ. ഇരുന്ന് തന്നെ ഓക്കെ. നല്ല വഴുക്കലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് വരാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്കങ്ങോട്ട് പോകാൻ പറ്റുന്നേ ഇല്ല. തിരക്കി വരുമോ? ഒരു രക്ഷല്ല കേട്ടോ. ഓടിക്കത്തെ എക്സ്പീരിയൻസ് കിടിലം പൊളി സാധനം. വെള്ളച്ചാട്ടം ഗൈസ്. This was such a wonderful experience guys. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കൊല്ലത്തൊക്കെ ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും വന്നിരിക്കുന്ന മസ്റ്റ് വിസിറ്റ് സ്പോട്ടായിട്ടത്. ഒരു രക്ഷയില്ല, അടിപൊളി. ഫുള്ള് നനഞ്ഞ് കുളിച്ച് ആകെ അടിപൊളിയാണ്. ഓസം ട്രിപ്പ്. അപ്പോൾ ഒരു ഭയങ്കര ട്രക്കിങ് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലുള്ളൊരു കുളി, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഒരു രക്ഷയില്ല, അടിപൊളി. ഇല്ല, നല്ല വഴുക്കലാട്ടാ, ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം ഒന്ന് തെന്നിപ്പോയത് കണ്ടില്ലേ നിങ്ങൾ? നല്ല വഴുക്കലായതുകൊണ്ട് ഇതുപോലെ നിരങ്ങി ഇവിടെ പോകാവുള്ളൂ, അതാണ് സേഫ്. ഈ വീഡിയോയിൽ എന്തായാലും കിട്ടുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. ലെൻസ് മൊത്തം വെള്ളമാണ്, മൈക്ക് മൊത്തം നനഞ്ഞിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ ഈ വടത്തി പിടിച്ച് മാത്രമേ ഇറങ്ങാവുള്ളൂ കേട്ടോ. നല്ല വഴുക്കലാണ്, സൂക്ഷിച്ച് ഇറങ്ങണം പോകാൻ. അപ്പോൾ നമ്മുടെ വാഴവാന്തോളിൻ്റെ ഒരു വൈഡർ വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ, കിടലുമാണ്. അപ്പോൾ ഗൈസ്, ബൈ ഫ്രോം വാഴവാന്തോൾ. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരുമായിട്ടൊക്കെ അടിച്ച് പൊളിച്ചു, കിടിലമായിരുന്നു.